ഹായ് ഗൈസ്, യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചമരെ, നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന ആ ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകിട്ടാണ് നമ്മൾ രാമേശ്വരത്ത് എത്തിയത്. രാമേശ്വരത്ത് വന്ന് രാത്രി നമ്മളവിടെ സ്റ്റേ ചെയ്തു. അതിനുശേഷം ഇന്ന് പുലർച്ചെ തന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് രാമേശ്വരത്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് കാണാൻ പറ്റുന്ന 10 സ്ഥലങ്ങളാണ്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, രാമനാഥസ്വാമി ടെമ്പിൾ. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിൽ രാമേശ്വരം ദ്വീപിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ശിവക്ഷേത്രമാണ് രാമനാഥസ്വാമി ക്ഷേത്രം. ഹൈന്ദവരുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഇടനാഴികൾക്കും 22 പുണ്യതീർത്ഥകുണ്ടങ്ങൾക്കും പ്രശസ്തമാണ്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ അതിരാവിലെ 5 മണിക്ക് മുമ്പായിട്ട് തന്നെ എത്താനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് സാധിക്കും. നമ്പർ 2, ധനുഷ്കോടി. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്ത് രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്കുകിഴക്കേയറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഉപേക്ഷിക്കപ്പെട്ട പഴയ പട്ടണമാണ് ധനുഷ്കോടി. രാമേശ്വരത്തിന് തെക്കുകിഴക്കായി ശ്രീലങ്കയിലെ തലൈമന്നാറിന് ഏകദേശം 29 കിലോമീറ്റർ പടിഞ്ഞാറായി ഇത് സ്ഥിതി ചെയ്യുന്നു. 1964 രാമേശ്വരത്തുണ്ടായ അതിഭയാനകരമായ ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായി നശിക്കപ്പെടുകയായിരുന്നു. ഇന്നും കാര്യമായിട്ടുള്ള ജനവാസമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ അധികം ടൂറിസ്റ്റുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാഴ്ചകൾ കാണാനായിട്ടാണ് രാവിലെയും വൈകിട്ടും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നത്. ധനുഷ്കോടിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് അതിരാവിലെ സൂര്യന്റെ ഉദയം കാണാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വൈകുന്നേരം സൂര്യന്റെ അസ്തമയം കാണാൻ വേണ്ടിയിട്ടാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് അത്. നമ്മളിവിടെ രാവിലെ 6 മണിക്ക് ശേഷമാണ് എത്തിയത്. അപ്പോൾ തന്നെ അത്യാവശ്യം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കാറ്റാണ്. നമ്മളിങ്ങനെ അടിയിലേക്ക് നോക്കിയിരുന്നാൽ കാണാൻ പറ്റും. മണലും കാറ്റും കൂടി ഇങ്ങനെ ഒന്നിച്ച് വരുന്നൊരു കാഴ്ച. ഒരു 5 മിനിറ്റ് നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ മണ്ണ് ഏകദേശം നമ്മൾ മേത്ത് വന്ന് മൂടിപ്പോവും. അത്രയും നല്ല കാറ്റായിരുന്നു. എപ്പോഴും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്മൾ വന്ന സമയത്ത് നല്ല കാറ്റായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്താണെങ്കിൽ അത്യാവശ്യം വണ്ടികളൊക്കെ ഇവിടെ വന്ന് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്ന സഞ്ചാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിരാവിലെ തന്നെ സൂര്യന്റെ ഉദയം കാണാനായിട്ട് വരാൻ ശ്രമിക്കുക. രാമേശ്വരത്തു നിന്നും ഏകദേശം 19 കിലോമീറ്റർ അകലെയായിട്ടാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 3, ഗോസ്റ്റ് ടൗൺ. പ്രേതനഗരം എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തു നിന്ന് ഒരു 100 മീറ്റർ അകലെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ പ്രേതനഗരം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഒരു കാലത്ത് ജനവാസവും വ്യാപാരവും കൊണ്ട് സജീവമായിരുന്ന മനോഹരമായ ഒരു നഗരമായിരുന്നു. 1964 ഡിസംബർ 22, 23 തീയതികളിലുണ്ടായ മഹാകൊടുങ്കാറ്റും അതുപോലെ തന്നെ വലിയ തിരമാലകൾ വന്ന് നശിച്ചുപോയ ആ ഒരു മഹാദുരന്തത്തിന് ശേഷമാണ് ഈ ഒരു നഗരം ഈ രൂപത്തിലായത്. അന്ന് നടന്ന ദുരന്തത്തിന്റെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ്, അന്നുണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ ബാക്കിയുള്ള അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അതുമാത്രമല്ല, ഇവിടേക്ക് ആളുകൾ കടന്നു കയറിയിട്ട് ഒരുപാട് കുപ്പികളൊക്കെ തല്ലിപ്പൊട്ടിച്ച് കുപ്പിച്ചില്ലും ഒരുപാട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിങ്ങനെ ആകെ മോശമായ രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടേക്ക് വരുന്ന സഞ്ചാരികൾ വളരെയധികം ശ്രദ്ധിക്കുക. കാലിൽ നല്ല ചെരുപ്പിടാതെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരരുത്. കാലിൽ കുപ്പിച്ചില് കയറും. നിലവിലെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോഴും ജനവാസ മേഖലയൊന്നുമല്ല. ഇവിടെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉള്ളത്. അവരിവിടെ ചെറിയ രീതിയിൽ കച്ചവടം ചെയ്യുന്നവരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് ഇവിടെ താമസിക്കുന്നത്. അവരും ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമ്പർ 4, റെയിൽവേ സ്റ്റേഷൻ. തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിലെ ഉപേക്ഷിക്കപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അന്നുണ്ടായിരുന്ന ആ മഹാദുരന്തത്തിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായും തകർന്നു പോയ നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ ചെറിയ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെ കുറച്ച് പ്രസിദ്ധമായിട്ടുള്ള ഒരു അമ്പലം കൂടി നമുക്ക് കാണാനായിട്ടുണ്ട്. ഇവിടെയും ധാരാളം സഞ്ചാരികളും ഭക്തന്മാരൊക്കെ എത്തിച്ചേരുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഈ അമ്പലത്തിലെ കാഴ്ചകളൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും കാണാനായിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ട ഗോസ്റ്റ് ടൗണിന്റെ എതിർവശത്തായിട്ടാണ് ഈ ഒരു അമ്പലവും അതുപോലെ തന്നെ പഴയ റെയിൽവേ സ്റ്റേഷന്റെ അവശിഷ്ടവും സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 5, ലൈറ്റ് ഹൗസ്. നമ്മൾ നേരത്തെ കണ്ട പഴയ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ നിന്നും ഏകദേശം ഒരു 200 മീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ധനുഷ്കോടിയിൽ സ്ഥിതി ചെയ്യുന്ന വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ലൈറ്റ് ഹൗസ് ആണിത്. 42 മീറ്റർ ഉയരമുള്ള ഈ ലൈറ്റ് ഹൗസിൽ മുകളിൽ കയറി നമുക്ക് 360 ഡിഗ്രി ദൃശ്യങ്ങൾ കാണുവാനായിട്ടുള്ള സൗകര്യവും സന്ദർശകർക്കായിട്ട് ഇവരിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, മുകളിലോട്ട് പോകാനായിട്ട് ലിഫ്റ്റ് സൗകര്യവും ഇവരിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ടിക്കറ്റിന്റെ റേറ്റ് വരുന്നത് 10 രൂപയാണ്. അതുമാത്രമല്ല, നമുക്കിവിടെ ടൈമിങ്ങിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം വരുന്നത്. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഴയ നഗരത്തിൻ്റെ
ബാക്കി നിൽക്കുന്ന എല്ലാ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ ആ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളുടെ ബാക്കി രൂപങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം നിലനിൽക്കുന്ന ചെറിയ കുടിലുകളും അങ്ങനെയുള്ള ആ പഴയ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്പർ 6 കോദണ്ഡരാമർ ടെമ്പിൾ. ധനുഷ്കോടി ലൈറ്റ് ഹൗസിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ 12 മിനിറ്റ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ടെമ്പിളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. തമിഴ്നാട്ടിലെ രാമേശ്വരത്തിനടുത്ത് ധനുഷ്കോടിയിലേക്കുള്ള വഴിയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യസ്ഥലമാണ് കോദണ്ഡരാമ സ്വാമി ക്ഷേത്രം. 1964 വിനാശകരമായ ധനുഷ്കോടി ചുഴലിക്കാറ്റിൽ യാതൊരു കേടുപാടുകളും കൂടാതെ അതിജീവിച്ച ഒരേയൊരു ചരിത്ര സ്മാരകമാണ് ഈ ഒരു ക്ഷേത്രം. രാമേശ്വരത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഇതുപോലെ ഒരുപാട് ആളുകളുടെ ഫ്ലെക്സ് ബോർഡുകൾ കാര്യങ്ങളൊക്കെ കണ്ടു. ഇവിടെയുള്ള ആളുകളുടെ ബർത്ത്ഡേക്കും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ഒക്കെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത്. നമ്പർ 7 ആബിൽ കാബിൽ ദർഗ. രാമേശ്വരം റെയിൽവേ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആബിൽ കാബിൽ ദർഗ വളരെയധികം ആദരവോടെ സൂക്ഷിക്കപ്പെടുന്ന ഒരു ചരിത്ര സ്മാരകമാണ്. ആദൻ നബിയുടെയും ഹവ്വ ബിയുടെയും മക്കളായ ആബിൽ കാബിൽ എന്നിവരുടെ കബറുകളാണ് ഇവിടെയുള്ളതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 60 അടി നീളമുള്ള 2 കബറുകളാണ് ഇവിടെയുള്ളത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ ദർഗ പരിപാലിച്ചു വരുന്നത്. കോദണ്ഡരാമർ ടെമ്പിളിൽ നിന്നും ഏകദേശം 9 കിലോമീറ്റർ അകലെയായിട്ടാണ് ആബിൽ കാബിൽ ദർഗ സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 8 വില്ലുണ്ടി തീർത്ഥം. രാമേശ്വരം പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ അകലെയാണ് വില്ലുണ്ടി തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ കാഴ്ചകൾക്കും നിശബ്ദമായ വേലിയേറ്റങ്ങൾക്കും പുറമെ കടലിനുള്ളിലെ ശുദ്ധജല നീരുറവയ്ക്കും ഈ സ്ഥലം പേരുകേട്ടതാണ്. കരയിൽ നിന്ന് ഏതാനും മീറ്റർ അകലെ കടലിനടുത്തുള്ള ഈ ശുദ്ധജല കിണർ ഒരു അത്ഭുതം തന്നെയാണ്. ഭക്തർ അതിൻ്റെ നിലനിൽപ്പിനെ രാമായണത്തിലെ ഒരു പുരാതന ഇതിഹാസവുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയപ്പെടുന്നത്. 120 അടി നീളമുള്ള പാലത്തിലൂടെ നടന്നു വേണം നമ്മൾ ഈ ഒരു കിണറിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കാനായിട്ട്. നമ്മൾ നേരത്തെ കണ്ട ആബിൽ കാബിൽ ദർഗയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായിട്ടാണ് വില്ലുണ്ടി തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 9 പാമ്പൻ ബ്രിഡ്ജ്. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയുടെ ഭാഗമായ പാമ്പൻ ദ്വീപിനെ പ്രധാന കരയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം അഥവാ പാമ്പൻ ബ്രിഡ്ജ്. തീവണ്ടിക്ക് പോകാനുള്ള പാലവും മറ്റു വാഹനങ്ങൾക്കായുള്ള പാലവും സമാന്തരമായുണ്ടെങ്കിലും തീവണ്ടി പാലത്തിനെയാണ് പ്രധാനമായും പാമ്പൻ പാലം എന്ന് വിളിക്കുന്നത്. ഒരു നൂറ്റാണ്ടോളം പഴക്കമുള്ള പാമ്പൻ പാലം രാജ്യത്തെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അതുമാത്രമല്ല 2345 മീറ്റർ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള 2ാമത്തെ പാലമായാണ് കണക്കാക്കപ്പെടുന്നതും. കപ്പലുകൾക്ക് കടന്നു പോകാൻ സൗകര്യമൊരുക്കി പകുത്തുമാറാൻ കഴിയുന്ന രൂപത്തിലാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ച റോഡ് പാലത്തിൽ നിന്നും താഴെ റെയിൽവേ ട്രാക്കിലൂടെ ട്രെയിൻ പോകുന്ന ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് സഞ്ചാരികൾ ഒരുപാട് നേരം കാത്തു നിന്നിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. നേരത്തെ കണ്ട വില്ലുണ്ടി തീർത്ഥത്തിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെയായിട്ടാണ് പാമ്പൻ പാലം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ 10 ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ. തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള പേയ്ക്കുറുമ്പ് ഭാഗത്തായിട്ടാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിന് ആദരാഞ്ജലിയായി DRDO ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്ത്യൻ മുഗൾ വാസ്തുവിദ്യകളുടെ മനോഹരമായ സംയോജനമാണ് ഈ സ്മാരകം. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജീവിതയാത്ര, അദ്ദേഹം പ്രവർത്തിച്ച മിസൈലുകളുടെയും റോക്കറ്റുകളുടെയും പകർപ്പുകൾ, പൊക്രാൻ ആണവ പരീക്ഷണം എന്നിവ 4 ഹാളുകളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ വീണ വായിക്കുന്ന ഒരു വെങ്കല പ്രതിമയും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഉള്ളിലോട്ട് മൊബൈൽ ഫോൺ അലൗഡ് അല്ല. അവർ നമ്മളുടെ എൻട്രൻസിൽ നിന്ന് തന്നെ മൊബൈൽ ഫോണൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കും. ഒരു കാരണവശാലും ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അതുപോലെ മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ വരുന്ന സഞ്ചാരികൾ ഇവിടുത്തെ സന്ദർശക സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ടൈമിംഗ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെച്ചാൽ ഇത്രയും സ്ഥലങ്ങളാണ് നമ്മളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.